ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ് വിയാഷ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പലരും തമാശയ്ക്ക് പറയാറുണ്ട്, അതായത് അവന്റെ തലയിലെല്ലാം ഇടുത്തി വീഴട്ടെ എന്നൊക്കെ. എന്നാൽ ഈ ഒരു ചൊല്ല് ഇപ്പോൾ അമേരിക്കേന്റെ തലയിലാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു പണി കൊടുത്തിരിക്കുന്ന മറ്റാരുമല്ല, സൗദി അറേബ്യ തന്നെയാണ്. അതായത് ഇതൊരു എട്ടിന്റെ പണി എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിലും വലിയൊരു പണിയാണ് ഇപ്പോൾ സൗദി അറേബ്യ അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് സൗദി അറേബ്യയും അമേരിക്കയും മ്യൂച്വൽ ആയിട്ടുള്ള പെട്രോ ഡോളർ എഗ്രിമെന്റ് ഇനി അവർ കണ്ടിന്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ ഇനി അത് റിന്യൂ ചെയ്യാൻ വേണ്ടി അവർ താല്പര്യം കാണിക്കുന്നില്ല, ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് അമേരിക്കയ്ക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഇതിൽ സർട്ടൻ പെർസെന്റേജ് ഓഫ് റിസ്ക് ഉണ്ട്. ഈവൻ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കും ഇതിലൊരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ പ്രശ്നം ഇപ്പോൾ അമേരിക്കയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് എന്താണ് ഈ പെട്രോ ഡോളർ എഗ്രിമെന്റ്, അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ഇത് എന്തൊക്കെയാണ് പ്രശ്നം വരാൻ പോകുന്നത്, അതുപോലെ തന്നെ ഇന്ത്യക്ക് ഇതിൽ എന്തൊക്കെ പ്രശ്നം വരാൻ പോകും, അതുപോലെ തന്നെ ചൈന തുടങ്ങിയ മറ്റു രാജ്യങ്ങൾ ഇത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്ത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ പെട്രോ ഡോളർ എഗ്രിമെന്റ് എങ്ങനെ വന്നേ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1944 ബ്രെട്ടൺ വുഡ് കോൺഫറൻസ് നടക്കുന്നു. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ, അതായത് ലോകത്തുള്ള എല്ലാ കറൻസിയും അമേരിക്കയുമായിട്ട് ലിങ്ക് ചെയ്യാൻ, അതായത് അമേരിക്കൻ ഡോളറുമായിട്ട് ലിങ്ക് ചെയ്യുക. ഈ അമേരിക്കൻ ഡോളർ അതായത് ഗോൾഡുമായിട്ട് ലിങ്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഈ കറൻസി വർക്ക് ആവുന്നത്. അതായത് ലോകത്ത് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനാണെന്നും അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തും എല്ലാം കൂടെ സ്റ്റേബിളായി പോകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കോൺഫറൻസ് കൂടുന്നതും അതുപോലെ തന്നെ എല്ലാ ഡോളറും ഈ അമേരിക്കൻ ഡോളറുമായിട്ട് ലിങ്ക് ചെയ്യാൻ എന്ന് പറഞ്ഞ് ഒരു തീരുമാനം എടുക്കുന്നത്. പക്ഷേ ഈ ഒരു തീരുമാനം അധികകാലം നീണ്ടു നിന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് 1970 പറഞ്ഞത്, അതായത് അമേരിക്കൻ ഡോളർ ഗോൾഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നില്ല, അതൊരു സാധാരണ പേപ്പർ കറൻസി, അത് അവരുടെ എക്കണോമിനെ വെച്ചിട്ട്, അതായത് അവരുടെ ഒരു എക്കണോമി സ്റ്റേബിൾ ആണല്ലോ, അത് വെച്ചിട്ടാണ് പ്രവർത്തിക്കും, ഡോളറും അതായത് ഗോൾഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അവർ സീക്രട്ട് ആയിട്ട് മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു, അതാണ് ഈ പെട്രോ ഡോളർ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇത് അതായത് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ പ്രവാസിയാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു ഫണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇന്ത്യയിലോട്ട് പുറത്തുനിന്ന് ഒരു ഫണ്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ അങ്ങോട്ട് ഫണ്ട് അയക്കുക, ഒക്കെ കൂടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡോളറായിരിക്കും നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു പ്രവാസിയാണെങ്കിൽ ആ ഫണ്ട് അയക്കുമ്പോൾ ആദ്യം അത് ഡോളറിലോട്ട് കൺവേർട്ട് ആയി പിന്നെ ആയിരിക്കും ഇന്ത്യൻ റുപ്പിയിലോട്ട് വരുന്നത്. ഇതേപോലെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും. ലോകത്തിൽ 90% ട്രേഡും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും ഡോളർ തന്നെ പ്രിഫർ ചെയ്യുന്നത്? അപ്പോൾ എല്ലാവരും പറയും സൂപ്പർ പവർ അമേരിക്ക ആയതുകൊണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതല്ല. ഇതിനെല്ലാം പ്രധാന കാരണമാണ് അന്ന് സൗദി അറേബ്യയും US കൂടെ സൈൻ ചെയ്ത ആ പെട്രോ ഡോളർ എഗ്രിമെന്റ്. അതെന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ വട്ടത്തെ 1970 എടുത്തു നോക്കുകയാണെങ്കിൽ, അതായത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും എണ്ണ, അതായത് ഓയിൽ റിസോഴ്സ് കൂടുതലായിട്ടും വേണ്ട വരുന്നു, അതായത് ക്രൂഡ് ഓയിൽ കൂടുതലായിട്ടും വാങ്ങേണ്ടി വരുന്നു. ആ ഒരു സമയത്ത് അതായത് ഗൾഫ് അറബ് രാജ്യങ്ങളിലെല്ലാം ചെറിയ ചെറിയ ടെൻഷൻസ് ഉണ്ടായിരുന്നു, അതായത് മറ്റു രാജ്യങ്ങളായിട്ട് യുദ്ധം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സൗദി അറേബ്യന്റെ ഈ ഓയിൽ റിസോഴ്സസ് ഉള്ള എണ്ണപ്പാടങ്ങളെല്ലാം മറ്റു രാജ്യങ്ങൾ ആക്രമിക്കും. ഇങ്ങനെയുള്ള പല ടെൻഷൻസ് അതായത് അറബ് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അമേരിക്ക സൗദി അറേബ്യക്ക് ഒരു ഓഫർ നൽകുന്നു. ഓഫർ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ എണ്ണപ്പാടങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റി ഞങ്ങൾ ഏറ്റെടുത്തോളാം. അതായത് നിങ്ങളെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഡിഫൻസ് ഞങ്ങൾ ചെയ്തോളാം, അതുപോലെ തന്നെ ഈ എണ്ണപ്പാടത്തിനുള്ള ഫുൾ സെക്യൂരിറ്റിയും ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറയുന്നു. പക്ഷെ അതിന് നേരെ മറിച്ച് നീ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നു. അപ്പോൾ സൗദി അറേബ്യ എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത്, അതായത് ഈ പെട്രോ ഡോളർ എഗ്രിമെന്റ് ഇതെന്താന്ന് വെച്ചാൽ, അതായത് നിന്റെ അടുത്ത് നിന്ന് കുറേയധികം രാജ്യങ്ങൾ, അതായത് ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും എണ്ണ കൂടുതൽ ആവശ്യമുള്ള രാജ്യങ്ങളെല്ലാം നിന്റെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങാൻ വരും. അപ്പോൾ നീ വേറെ ഒന്നും ചെയ്യേണ്ട, അതായത് ആ എണ്ണ വാങ്ങുന്നതും വിൽക്കുന്നതും എല്ലാം തന്നെ നീ ഈ എന്റെ ഡോളർ വെച്ച് മാത്രം വിറ്റാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ സൗദി അറേബ്യ വിചാരിക്കുന്നു, അതായത് വെറും ഡോളറിന് വാങ്ങി വിറ്റാൽ മതി, ഇതിന് നമുക്ക് എന്ത് വലിയ പ്രശ്നം വരാനാ എന്ന് വിചാരിച്ചുകൊണ്ട് സൗദി അറേബ്യയും ഈ ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നു. മറിച്ചാണെങ്കിലോ നമ്മുടെ രാജ്യത്തിനുള്ള ഫുൾ സെക്യൂരിറ്റിയും അമേരിക്ക പോലെ ഒരു സൂപ്പർ പവർ നമുക്ക് തരുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവരും ഈ എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നു. പിന്നെയാണ് സൗദി അറേബ്യക്ക് മനസ്സിലായത് ഇത് എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കി എന്ന്, അതായത് അമേരിക്കയ്ക്ക് ഇത് എത്രമാത്രം വളരാൻ സാധിച്ചു എന്ന് പിന്നെയാണ് സൗദി അറേബ്യ മനസ്സിലായത്. അതെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബെസ്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ, അതായത് റഷ്യ ഉക്രൈൻ വാർ തന്നെ എടുക്കാം. അപ്പോൾ ആ ഒരു യുദ്ധത്തിൽ നമുക്ക് റഷ്യക്കെതിരെ കുറേയധികം സാങ്ഷൻസ് അമേരിക്കയും അതുപോലെ തന്നെ അതിന്റെ ഫ്രണ്ട്ലി രാജ്യങ്ങളെല്ലാം വിധിച്ചിരുന്നു. അപ്പോൾ ഇതുകൊണ്ടെന്ന് വെച്ചാൽ, അതായത് ഈ റഷ്യക്ക് ഡയറക്റ്റ് ആയിട്ട് US ഡോളർ കിട്ടാതാവുകയും, അതായത് അവരുടെ ട്രേഡ് എല്ലാം തന്നെ ഡിക്ലൈൻ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഒരു രാജ്യം വളരാതിരിക്കാൻ വേണ്ടി അമേരിക്ക വിചാരിച്ചാൽ സാധിക്കുമായിരുന്നു, കാരണം അവരുടെ ഡോളറാണ് ഇവർ കൂടുതലും വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു ഡോളർ മൊത്തം നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു എഗ്രിമെന്റിൽ വെക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം മൊത്തം സാങ്ഷൻസ് വരികയും ആ രാജ്യത്തിന്റെ എക്കണോമി തന്നെ ഡൗൺ ആവാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ അമേരിക്കന്റെ വളർച്ച മാത്രം നിൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് അമേരിക്ക പുതിയതായിട്ട് ഈ കറൻസി പ്രിന്റ് ചെയ്ത് വിട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ ആ ഒരു കറൻസിന്റെ മൂല്യം കൂടുകയുള്ളൂ. കാരണം എല്ലാ രാജ്യങ്ങൾക്കും ഈ അമേരിക്കൻ ഡോളർ വേണം. ഇങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും ഈ ഡോളർ ആവശ്യപ്പെടുമ്പോൾ എന്താവും, അതായത് ഡിമാൻഡ് തന്നെ കൂടും. അതുകൊണ്ട് അമേരിക്കൻ ഡോളറിന്റെ പൈസ അതായത് മൂല്യം എപ്പോഴും ഉയർന്നു നിൽക്കും. ഇതുകൊണ്ടാണ് അതായത് ഇന്ത്യൻ റുപ്പി എല്ലാം ഇടയ്ക്കിടയ്ക്ക് 85, 90 ഇങ്ങനെയുള്ള റേറ്റിലോട്ട് ഇങ്ങനെ ഉയരുന്നത്. അതായത് ഇന്ത്യൻ റുപ്പി അധികം ആവശ്യമില്ല, അപ്പോൾ ഡിമാൻഡ് കുറയുന്നതുകൊണ്ടാണ് ഈ പൈസ ഇങ്ങനെ കൂടുന്നത്. പക്ഷെ അമേരിക്കൻ ഡോളറിന്റെ പൈസ കൂടുന്നതുകൊണ്ട് തന്നെ അമേരിക്കൻ ഡോളർ സ്ട്രെങ്തൻ ആയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇതുകൊണ്ടെന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ എണ്ണ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ, ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് കൂടുതലും ഈ എണ്ണ പുറം രാജ്യത്ത് നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ എന്തായാലും അമേരിക്കൻ ഡോളറിന്റെ ഒരു റിസർവ് എന്തായാലും അവരുടെ ബാങ്കിൽ എങ്കിൽ മാത്രമോ അവർക്ക് ഈ എണ്ണ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ എമൗണ്ട് അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പീനെ അത് ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് കുറേയധികം റിസർവ് നമ്മുടെ ബാങ്കിൽ വെക്കും. ആ ഒരു റിസർവ് വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ എണ്ണയെല്ലാം തന്നെ ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരുന്നത്. അപ്പോൾ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം തന്നെ എന്തായാലും ഫോഴ്സ് ആയിട്ട് ഈ അമേരിക്കൻ ഡോളർ വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. ഇന്ത്യക്ക് മാത്രമല്ല ചൈന തുടങ്ങിയ എല്ലാ രാജ്യങ്ങൾക്കും. പിന്നെ അത് എല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഡോളറാണ് കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് വേൾഡ് സ്റ്റെബിലിറ്റി തന്നെ ഈ ഡോളർ എന്ന രീതിയിൽ തന്നെ മാറിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതായത് ഇതിനെ എതിർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഫിനിഷ് ചെയ്യുന്നതായിരുന്നു അമേരിക്കന്റെ പണ്ട് തൊട്ടേ ഉള്ള സ്വഭാവം. അതായത് ഇതിനെ എതിർത്ത ഏറ്റവും പ്രധാന ഒരാളായിരുന്നു സദാം ഹുസൈൻ. അതായത് ഇതിനെ എങ്ങനെയും ഒഴിക്കണം എന്ന് വിചാരിച്ച ഒരാളും കൂടിയായിരുന്നു സദാം ഹുസൈൻ. അപ്പോൾ സദാം ഹുസൈനെ കൊണ്ട് വിചാരിക്കുന്നു അതായത് സദാം ഹുസൈനെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇതിലൊരു പ്രശ്നം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ആ രാജ്യത്തിനെതിരെ അതായത് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് യുദ്ധം ഉണ്ടാക്കി അതായത് ഈ പെട്രോ ഡോളർ എഗ്രിമെന്റിന് ഏറ്റവും എതിരായി നിൽക്കുന്ന അദ്ദേഹത്തെ കൊന്നുകളയും. അപ്പോൾ ഇപ്പോൾ എന്താ പ്രശ്നം വെച്ചതെന്ന് വെച്ചാൽ അതായത് ഈ പെട്രോ ഡോളർ എന്ന എഗ്രിമെന്റ് ഏകദേശം 50 വർഷത്തിനായിരുന്നു സൈൻ ചെയ്തത്. ആ ഒരു 50 വർഷം കഴിയുന്നു. അതായത് ഈ ജൂൺ 9-ാം തീയതി ആയിരുന്നു ആ 50 വർഷം കഴിയുന്നത് 2024. അപ്പോൾ ഇതിനെ തുടർന്ന് സൗദി അറേബ്യന്റെ അടുത്ത് ചോദിക്കുന്നു അതായത് ഈ പെട്രോ ഡോളർ എഗ്രിമെന്റ് ഇനിയും മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ എന്ന്. അപ്പോഴാണ് സൗദി അറേബ്യ പറയുന്നത് അതായത് ഇനി ഞങ്ങൾക്ക് ഈ പെട്രോൾ ഡോളർ എഗ്രിമെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു താല്പര്യം ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടം തൊട്ടാണ് അമേരിക്കയ്ക്ക് മറ്റു രാജ്യങ്ങൾക്കെല്ലാം തന്നെ വലിയൊരു ഹോപ്പും അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടിയായി മാറിയത്. അപ്പോൾ ആദ്യം അമേരിക്കയ്ക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വരും എന്ന് അറിഞ്ഞാൽ മാത്രമോ അതിനുശേഷം ഇന്ത്യക്കും ചൈനയ്ക്കും എന്തെല്ലാം പ്രശ്നം വരും എന്നറിയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ അമേരിക്കയ്ക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇതിൽ നിന്ന് വരിക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം അമേരിക്കയ്ക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരിക നോക്കുമ്പോൾ ആദ്യം തന്നെ ഈ ഡോളറിന്റെ മൂല്യം കുറയും. അതായത് ഡിമാൻഡ് ഉണ്ടാവില്ല. ഇപ്പോൾ ഇന്ത്യക്ക് അതായത് ഓയിൽ വാങ്ങണമെങ്കിൽ ഡോളർ വേണം. അതുകൊണ്ട് നമ്മൾ ഇന്ത്യ അതായത് ഡോളർ വാങ്ങി നമ്മുടെ അടുത്ത് സേമിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഡോളറിന്റെ മൂല്യം കൂടിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് അതായത് നമുക്ക് ഇത് വാങ്ങണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കറൻസി മതിയെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കറൻസി മാത്രം മതിയെങ്കിൽ നമ്മൾ പിന്നെ ഈ ഡോളർ വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഡോളറിന്റെ ഡിമാൻഡ് അങ്ങനെ കുറയും. അതുകൊണ്ട് ഡോളറിന്റെ മൂല്യം കുറയും. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ അമേരിക്കയുടെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം കുറവാണ്. ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ട് നമുക്ക് ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ ഒരു ലോൺ എടുക്കാനെല്ലാം പോയി കഴിഞ്ഞാൽ ഇന്ത്യനെ കമ്പയർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മറ്റ് ലോകത്തിന്റെ പല രാജ്യങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബിസിനസ്സിനും മറ്റു കാര്യത്തിനെല്ലാം ലോൺ എടുക്കാനും പറ്റും. അതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞതും കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് അമേരിക്കയിലെല്ലാം കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരും. അപ്പോൾ ഈ ഡോളറിന്റെ വാല്യൂ കുറയുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റും അതിലോട്ട് കുറയാൻ തുടങ്ങും. അതായത് ഇപ്പോൾ അമേരിക്കന്റെ ഡോളർ വളരെ ഇത് കൂടുതലായതുകൊണ്ട് അതായത് അമേരിക്കൻ ബോൺസിലും മറ്റു കാര്യത്തിലെല്ലാം തന്നെ അതായത് നമ്മുടെ സർപ്ലസ് ആയിട്ടുള്ള എമൗണ്ടിലെല്ലാം തന്നെ അമേരിക്കൻ ബോൺസിലൊക്കെ ആയിരിക്കും കൂടുതൽ ഗവൺമെന്റും ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക. ഈവൻ സൗദി അറേബ്യ വരെ അവരുടെ ബോൺസിലൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ സർപ്ലസ് ഡോളർ. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് അമേരിക്കയുടെ ബോണ്ട് എല്ലാം തന്നെ പെട്ടെന്ന് ഇഷ്യൂ ചെയ്ത് അവരുടെ കടമെല്ലാം സോൾവ് ചെയ്യാൻ അമേരിക്കയ്ക്ക് പറ്റുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഡോളറിന്റെ വാല്യൂ കുറയുന്നതുകൊണ്ട് തന്നെ ഈ ബോണ്ടിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എല്ലാം തന്നെ അത് പറ്റേ കുറയും. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് ആദ്യം ഒന്ന് ഡിപ്പ് ആയി കഴിഞ്ഞാലും പിന്നെ അത് കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായത് ഇനിഷ്യൽ സ്റ്റേജിൽ ചിലപ്പോൾ ഡിപ്പ് ആവുമായിരിക്കും ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ഇൻഫ്ലേഷൻ റേറ്റ് അവിടെ കൂടാൻ സാധ്യതകൾ കൂടുതലാണ് എന്നാണ് എക്കണോമിസ്റ്റ് പറയുന്നത്. ഇനി അവിടെയുള്ള ലിക്വിഡിറ്റിയും കുറയാൻ സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലെല്ലാം അതായത് 1 ട്രില്യൺ എമൗണ്ട് എല്ലാം എടുക്കണമെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ആ 1 ട്രില്യൺ എമൗണ്ട് എടുത്തിട്ട് പോകാൻ പറ്റും. അവിടെ ലിക്വിഡിറ്റി കൂടുതലാണ്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതായത് ലിക്വിഡിറ്റി അതായത് പണ്ട് വളരെ കുറവായിരുന്നു, ഇപ്പോൾ കുറച്ചെങ്ങാനും ഉണ്ട്. പക്ഷേ ഈ ഒരു ലിക്വിഡിറ്റി അല്ല അമേരിക്കൻ മാർക്കറ്റിൽ എത്ര എമൗണ്ട് വേണമെങ്കിലും അത് പെട്ടെന്ന് തന്നെ അവർക്ക് ലിക്വിഡേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ കുറയാൻ സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇതിൽ എന്താണ് പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ തന്നെ സൗദി അറേബ്യന്റെ ഒരു തീരുമാനം ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യക്കും ചൈനയ്ക്കും. അത് സൗദി അറേബ്യന്റെ തീരുമാനം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഇത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചൈനയും റഷ്യയുമായിട്ട് അവർ യുവാനിലും റുബലിലുമാണ് അവരിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് റഷ്യ യുക്രൈൻ വാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ അവർ ഡോളറിനെ കൈവിട്ട് അവർ മൊത്തം ഈ യുവാനിലും റുബലിലും ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് അവർക്ക് ഡോളറിന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഡോളറിന്റെ ഡിമാൻഡ് അവർക്ക് കുറയ്ക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയും റഷ്യയും ഇതേപോലെ തന്നെ റുപ്പീസിലും റൂബലിലുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്.
പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യയിൽ നിന്ന് അധികം സാധനങ്ങൾ നമ്മൾ റഷ്യയിലോട്ട് കയറ്റി അയക്കുന്നില്ല. ഇതുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ട്രേഡ് ഡെഫിസിറ്റ് വരികയാണ്. അതുകൊണ്ട് റഷ്യൻ അക്കൗണ്ടിൽ അതായത് റഷ്യൻ ബാങ്ക് അക്കൗണ്ടിൽ കുറേയധികം ഇന്ത്യൻ റുപ്പീസ് അവിടെ പോയി കിടക്കണ്ടേ. അപ്പോൾ റഷ്യ പറയുന്നു അതായത് ഇനിയും ഞങ്ങൾ ഇന്ത്യൻ റുപ്പീസ് വാങ്ങി വെക്കുകയാണെങ്കിൽ അതൊരു കാര്യമില്ലാണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതായത് യുവാനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കറൻസി ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നീട് മാറ്റുകയായിരുന്നു. അങ്ങനെയാണ് നമ്മളും അതായത് റഷ്യയുമായിട്ടുള്ള അതായത് ക്രൂഡ് ഓയിൽ ബിസിനസ് എല്ലാം മെല്ലെ കുറഞ്ഞത്. പക്ഷേ വീണ്ടും ഇപ്പോൾ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ആ എമൗണ്ട് എല്ലാം തന്നെ നിങ്ങൾ വീണ്ടും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് നല്ല റിട്ടേൺ കിട്ടും എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കുറേയധികം അതായത് റഷ്യൻ എമൗണ്ടിലുള്ള ആ ഇന്ത്യൻ റുപ്പീസ് എല്ലാം തന്നെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ആയി കൊണ്ടുവരാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയും റഷ്യ. പക്ഷേ ഇതിൽ സൗദി അറേബ്യന്റെ ഡിസിഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സൗദി അറേബ്യ എന്തായിരിക്കും എടുക്കാൻ പോകുന്നത്? അപ്പോൾ കൂടുതൽ സാധ്യത സൗദി അറേബ്യ എന്താണെന്ന് വെച്ചാൽ അതായത് എംബ്രിഡ്ജ് എന്ന് പറയുന്ന ആ ഒരു കാര്യം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് സൗദി അറേബ്യ. ഈ എംബ്രിഡ്ജ് എന്താണെന്ന് വെച്ചാൽ അതായത് ഒരു ഓൺലൈൻ ടെക്നോളജിയാണ്. അതായത് എങ്ങനെ ബിറ്റ് കോയിൻ ഒക്കെ വർക്കുന്ന ഇത് ബിറ്റ് കോയിനായിട്ട് ലിങ്ക് അല്ല, പക്ഷേ ഇത് അതേപോലത്തെ ഒരു ടെക്നോളജി ഓൺലൈനിലൂടെ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഈ എംബ്രിഡ്ജ്. അപ്പോൾ ഈ എംബ്രിഡ്ജ് ആരൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ BAS ടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു ആൾക്കാരും അതുപോലെ തന്നെ ബാങ്ക് ഓഫ് UAE, ബാങ്ക് ഓഫ് തായ്ലാൻഡ്, അതുപോലെ തന്നെ ഡിജിറ്റൽ കറൻസി ഇന്നോവേഷൻ ഓഫ് ചൈന, അതുപോലെ തന്നെ ഹോങ്കോങ് ബാങ്ക്, ഇവര് മെയിനായിട്ടും ഈ 5 പേര് ഡിസൈൻ ചെയ്താണ് ഈ എംബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി. ഇതിലോട്ട് ഇപ്പോൾ ഏകദേശം 26 രാജ്യങ്ങൾ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ CBDC എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അതായത് കോമൺ ബാങ്കിങ് ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് അതായത് കറൻസി ഓൺലൈനിലൂടെ ഡിജിറ്റലായിട്ട് എക്സ്പോർട്ട് ചെയ്യുക. അതായത് നമ്മൾ ക്രോസ് ബോർഡർ പേയ്മെന്റിനൊക്കെയാണ് ഈ എംബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലോട്ടാണ് സൗദി അറേബ്യയും ഇപ്പോൾ ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കുന്നത്. അതായത് അവർ 2020 തൊട്ട് തന്നെ 21 തൊട്ട് തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 26 രാജ്യങ്ങളും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യ ഇതുവരെയും ഇല്ല. കാരണം ഇതിൽ പോയി കഴിഞ്ഞാൽ അതായത് ചൈന ഇതിൽ ഒരു വൈറ്റൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ചൈനയുടെ യുവാൻ ഇതിൽ ഇൻക്രീസ് ആവുന്നുണ്ട്. അവിടെ ഒരു മോണോപ്പൊളി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇന്ത്യ ഇതുവരെയും ഇതിലോട്ട് പോയിട്ടില്ല. പക്ഷേ ഫ്യൂച്ചറായിട്ടും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഉള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ട് ഇന്ത്യയും ഇതിലോട്ട് വരാൻ സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് എന്താ പ്രശ്നം എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യക്ക് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ പ്രശ്നം നോക്കുന്നതിന് മുമ്പ് വേറൊരു സാധ്യതകളുണ്ട്. അതായത് ബ്രിക്സ് എന്ന് പറയുന്ന രാജ്യം, അതായത് ബ്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 രാജ്യങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ആയിരുന്നു. ഇപ്പോൾ അതിൽ കുറെ അധികം മെമ്പേഴ്സ് അതിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ പല മിഡിൽ ഈസ്റ്റിലുള്ള ഒപെക്സ് പ്ലസ് രാജ്യങ്ങളിലുള്ള ആൾക്കാരും അതിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം തന്നെ കോമൺ ആയിട്ട് ഒരു കറൻസി പുറത്തിറക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ അതായത് ചൈന അവരുടെ കറൻസി വെച്ച് നമുക്ക് ഡീൽ ചെയ്യാം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ത്യ അത് സമ്മതിച്ചില്ല. കാരണം അവിടെ മോണോപ്പൊളി ആവുന്നത്. അപ്പോൾ അതായത് ഇന്ത്യയും ചൈനയും റഷ്യ എല്ലാം ചേർന്ന് ഒരു കോമൺ ഡിജിറ്റൽ കറൻസി ഇറക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെയും ചിലപ്പോൾ സൗദി അറേബ്യ അഡപ്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതായത് G7 എന്ന് പറയുന്ന അതായത് ഈ ബ്രിക്സിനെ ഓപ്പോസിറ്റ് ആയി കരുതപ്പെടുന്ന ഒരു കുറച്ച് ഓർഗനൈസേഷനാണ് ഈ G7. ഈ G7 എല്ലാം തന്നെ അതിൽ വലിയൊരു പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ അമേരിക്കൻ ഡോളറിനും അത് പ്രശ്നമുണ്ടാവും. അതുകൊണ്ടാണ് അമേരിക്ക ബ്രിക്സിനെ ഒന്നും അത്ര അതായത് ആദരിക്കുക. ലാസ്റ്റ് വരാം അതായത് ഇന്ത്യക്ക് ഇതിൽ നിന്ന് എന്താ പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ ഇന്ത്യക്ക് ഇതിൽ എന്താ പ്രശ്നം ഉണ്ടാവുക എന്ന് വെച്ചാൽ അതായത് ഇതിൽ കൂടുതലും വലിയ പ്രശ്നം ഇന്ത്യക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഒരു പ്രശ്നം മാത്രം എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ സൗദി അറേബ്യയും അതുപോലെ തന്നെ ചൈനയുമായിട്ട് നല്ല റിലേഷനാണ്. പെട്രോ ഡോളറിന് പകരം പെട്രോ യുവാൻ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. പക്ഷേ അന്ന് പെട്രോ ഡോളർ ഉള്ളതുകൊണ്ടാണ് അത് പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് യുവാന് കൂടുതൽ ഡിമാൻഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യുവാൻ ആരാന്ന് വെച്ചാൽ അത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ചൈനയാണ്. അപ്പോൾ ചൈനയ്ക്ക് ഇതിൽ കൂടുതൽ വളർച്ച വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ചീപ്പായിട്ടുള്ള പെട്രോൾ കിട്ടാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതുകൊണ്ട് ഇന്ത്യ ആ ഒരു കാര്യത്തിൽ നല്ല യൂട്ടിലൈസ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കും ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ അവിടെ കാത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്ത്യയുടെയും ചൈനയുടെയും ഏറ്റവും വലിയ മാർക്കറ്റ് US പോലെ തന്നെ മാർക്കറ്റാണ്. അതായത് ചൈനയ്ക്ക് ഏറ്റവും വലിയ മാർക്കറ്റ് US അതുപോലെ തന്നെ ഇന്ത്യയുമാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് USന്റെ ഡോളറിന്റെ വീഴ്ച കുറയുന്നുണ്ട് തന്നെ അവിടെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് അമേരിക്കൻ ജനങ്ങളെല്ലാം തന്നെ സാധനങ്ങൾ മേടിക്കൽ കുറയും. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അത് സാധനങ്ങൾ മേടിക്കാത്തതുകൊണ്ട് തന്നെ ഈ ചൈന എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ കുറയേണ്ടി വരും. അതായത് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നതും ചൈന എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ അമേരിക്കയിൽ വിറ്റ് പോകാതെയാകുമ്പോൾ അവിടെ എക്സ്പോർട്ടിങ് കുറയും. ഇതുകൊണ്ടാണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യക്കും ചൈനയ്ക്കും ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഡോളർ വീണ് കഴിഞ്ഞാൽ. അതായത് ഡോളർ വീണ് കഴിഞ്ഞാൽ സന്തോഷം എന്ന് എല്ലാവരും പറയുന്നില്ലെങ്കിലും ഈ ഒരു പ്രശ്നം എല്ലാ രാജ്യങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. ഇന്ത്യക്ക് സോഫ്റ്റ്വെയർ അങ്ങനെയുള്ള ടെക്നോളജീസ് ആണ് കൂടുതലും എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ തുടങ്ങിയ മേഖലകളിലാണ് ഇന്ത്യക്ക് കൂടുതലും പ്രശ്നം വരാനുള്ള സാധ്യതകൾ. പക്ഷേ ഈ ചൈനയ്ക്ക് എന്ന് വെച്ചാൽ എല്ലാം അതായത് അവരെല്ലാം എല്ലാ മേഖലയിൽ നിന്നും അവർ കയറ്റി അയക്കുന്നുണ്ട് ലോകത്ത് എല്ലാത്തോടത്തും. അപ്പോൾ അവിടെ ഡോളറിന്റെ വീഴ്ച വരുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ ഈ സാധനങ്ങൾ കുറയുന്നതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം അതിൽ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടെ ഇന്ത്യക്ക് എല്ലാം കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഈ കാര്യത്തിൽ അതായത് എംബ്രിഡ്ജിനെ കുറിച്ച് കൂടുതൽ അതായത് ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.